ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കിടന്നതും ഉറങ്ങിയത് പറഞ്ഞിട്ടില്ല, അത്രയ്ക്ക് ടയേർഡായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല നടപ്പല്ലേ നടന്നത്. ഒരു 5 മണി തുടങ്ങി ഓൾമോസ്റ്റ് 12 മണിയായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് നടപ്പായിരുന്നു. അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ അത് മിസ്സാവും. അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങണം എന്തായിരുന്നു. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ പ്ലാൻ അങ്ങോട്ട് തെറ്റും. സോ നമുക്ക് എണീറ്റ് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലെറ്റ്സ് ഗെറ്റ് ദിസ് സ്റ്റാർട്ടഡ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ലണ്ടനിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നോടൊപ്പം വീണ്ടും ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകാനുള്ള ധൃതിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്തോ 6 to 9 വരെ ഉള്ളൂ. ഇപ്പോൾ 8:30 കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് നമുക്ക് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഓടി വരാം. ഇന്ന് അടിപൊളി എക്സൈറ്റിംഗ് ഡേ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ താഴെ ചെന്നപ്പോണ്ടല്ലോ ഈടാന്നായിപ്പോടാ ക്യൂ എന്ന് വെച്ചാൽ 9 മണി കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ക്യൂ. എനിക്ക് തോന്നുന്നു ആ ഹോട്ടലിലുള്ള ആൾക്കാർ മുഴുവൻ ആ സമയത്താണ് വന്നത്. അപ്പോൾ നമ്മൾ താഴെ ചെല്ലുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. യൂഷ്വലുള്ള ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടേസ്റ്റും എനിക്ക് തോന്നിയില്ല. അങ്ങനെ കഴിച്ച് നമ്മൾ റൂമിൽ വന്നത് ഷഡപ്പടേന്ന് റെഡി ആവുകയാണ്. ഇന്ന് നമുക്ക് ഹൈഡ് പാർക്കിൽ പോകാനുള്ള ദിവസമാണ് കേട്ടോ. രാവിലെയാണ് നമ്മളുടെ അവിടുത്തെ എൻട്രി ടൈം വന്നിട്ട്. സോ ഗെറ്റിംഗ് റെഡി വെരി ഫാസ്റ്റ് ആയിട്ടോ പോകാനായിട്ട്. കുറച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നില്ല. അയ്യോ എന്ത് ക്യൂ ആയിരുന്നറിയോ. ഹോട്ടലുകാർ തന്നെ പേടിച്ചു എന്ന് തോന്നുന്നു. ഇത്രയും കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു ഇവരുടെ ഹോട്ടൽ ഫുള്ളി ബുക്ക്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ എക്സ്ട്രാ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെ റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഹൈഡ് പാർക്കിലോട്ടാണ് കേട്ടോ. ഹൈഡ് പാർക്കിൽ നമുക്ക് 2 മണിക്കാണ് ഇന്ന് ബുക്കിംഗ് വന്നേക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ ആ സമയത്ത് പോയിട്ട് അവിടെ കയറുന്നേ ഉള്ളൂ. എൻട്രി ഉണ്ടാവണം ആ ഒരു ടൈമിന് ക്ലോസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എത്ര നേരം വേണേലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ് റിങ്കിൻ്റെ ബുക്കിംഗ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാം നമ്മൾ മുന്നേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം ഇന്ന് വെയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 1 degree 0 ഡിഗ്രിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ബട്ട് വിന്റർ വണ്ടർലാൻഡിൽ പോകുമ്പോൾ മഴയും പെയ്യാൻ പാടില്ല, തണുക്കാനും പാടില്ല. ഈ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ലെയറൊക്കെ ചെയ്തേക്കുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പോവാം നമുക്ക്. ലണ്ടൻ ബസ് വെഡിങ്ങിന് പോകുന്നല്ലേ. തണുപ്പ് കുഴപ്പമില്ല, ഇപ്പൊ വെയിലടിക്കുന്നോണ്ട് ഓക്കെയാണ്. നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടലിലല്ല കേട്ടോ ഇന്നും നാളെയും നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് വന്ന് നമ്മുടെ ഇന്നും നാളെയും നിൽക്കുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വണ്ടിയും പാർക്കിങ്ങിലിട്ടിട്ട് ഇവിടുന്ന് നമ്മൾ ബസ് അല്ലെങ്കിൽ ട്യൂബ് എടുത്തിട്ടാണ് വണ്ടർലാൻഡിലേക്ക് പോകുന്നത്. അതാണ് സേഫ്. അല്ലെങ്കിൽ പിന്നെ പാർക്കിങ് തപ്പി നടക്കണം. അത്യാവശ്യം നല്ല പണിയാണ്. സോ നമ്മൾ ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ട്? 1/2 മണിക്കൂറുണ്ടോ നമുക്ക്? ആ 1 hour ഉണ്ട് കേട്ടോ ട്യൂബിനും ബസ്സിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. തണുപ്പുണ്ട്. വെയിലത്തുനിന്ന് ഇങ്ങ് തണലത്തേക്ക് മാറുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫീല്. ഞാൻ മൊത്തത്തിൽ സ്റ്റഫ്ഡ് ആണ്, എന്നിട്ടും എനിക്ക് തണുക്കുന്നു. എന്നിട്ട് എനിക്ക് തണുക്കുക. ഇന്ന് കുറേ നേരം പുറത്ത് നിൽക്കേണ്ടതുകൊണ്ട് തന്നെ വെതറൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ ഒരുമാതിരി സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. തെർമൽസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ ഒരു സ്വെറ്റർ ഇട്ടു, അതിൻ്റെ മേലെ എൻ്റെ ഡ്രസ്സ് ഇട്ടു, ആൻഡ് ദെൻ ജാക്കറ്റ്, സ്കാർഫ്, ബൂട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഇട്ടിട്ടും എനിക്ക് പുറത്തിറങ്ങുമ്പോൾ തണുക്കുമായിരുന്നു. എനിക്ക് പൊതുവേ തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മളിതേ സ്റ്റേഷനിലെത്തി. ഡെഗനാം ഈസ്റ്റ് ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ 2 മെട്രോ മാറി കയറണം നമുക്ക് അവിടെ നമ്മുടെ ഹൈഡ് പാർക്കിൽ എത്താനായിട്ട്. പക്ഷെ നല്ല കൺവീനിയൻ്റ് ആണ്. ഒരു 45 minutes ഉണ്ട്, 2 മാറണം. ബട്ട് ചെന്നിറങ്ങി അപ്പം തന്നെ അടുത്തടുത്ത് കിട്ടും. അതുകൊണ്ട് സമയം നമുക്ക് സേവ് ആവും. ഇവിടുത്തെ ഒരു എലിവേറ്റേഴ്സിൻ്റെ റൂളാണ് കേട്ടോ. നമ്മൾ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ അത്ര ധൃതിയില്ല. ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്പീഡിൽ പോകേണ്ട ആൾക്കാർക്ക് ഓടിക്കയറി പോവാം. അപ്പോൾ റൈറ്റിൽ നിൽക്കുന്നവർ സമാധാനക്കാരും ലെഫ്റ്റിലുള്ളവർ ധൃതിക്കാരുമാണ് കേട്ടോ.
നമ്മൾ വണ്ടർലാൻഡിൽ എത്തി കേട്ടോ. വിന്റർ വണ്ടർലാൻഡ് ഫൈനലി ഫോർ ദ 3rd ടൈം. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, കൈയും കാലും ഒക്കെ പിടിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വെളിയിൽ കൂടെ നടന്ന് ഇങ്ങനെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി കണ്ടു തീർത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള സമയത്തായിരുന്നു അങ്ങനെ പോയി. കഴിഞ്ഞ വർഷം നമ്മൾ വന്നു, ഉള്ളിലൊക്കെ കയറി. പക്ഷേ കഴിഞ്ഞ വർഷം അറിയില്ലായിരുന്നു ഐസ് റിങ്കിന്റെ ടിക്കറ്റ് ഭയങ്കര ബിസി, കിട്ടാൻ പാടാണെന്ന്. അപ്പോൾ ഈ വർഷം അതും കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നേ തന്നെ അതെ ഈ പ്ലാൻഡ് എവറിത്തിങ് എല്ലാം ചെയ്ത് ടിക്കറ്റും എടുത്ത് നമ്മൾ വന്നു. ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് വൈകുന്നേരം മൊത്തം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബോറടിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലോ. നല്ല ക്രൗഡാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്ത് തിരക്കാന്നറിയോ. ഇത് വൺ ഓഫ് ദ എൻട്രൻസസ് ആണ് കേട്ടോ വണ്ടർല. റെഡ് ഗേറ്റ് ആണോ? നമ്മളുടെ ഏതാണ്? ലുക്ക് അറ്റ് ദ ക്രൗഡ്. പക്ഷെ ഇന്നത്തെ വെതർ നല്ല വെതറാണേ. നമുക്ക് അധികം തണുപ്പ്, കാറ്റിന്റെ വലിയ പ്രശ്നം അടിക്കാത്തതുകൊണ്ട് ഫീൽസ് ഗുഡ്. ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഐ ആം എക്സൈറ്റഡ് അഗെയിൻ. നമുക്കിത് ഇങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അവിടെ കൂടെ അങ്ങനെയാണ് എൻട്രൻസ്. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ 3rd ടൈം വി ആർ ഹിയർ. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ എൻട്രൻസിൽ കൂടിയാണ് കേട്ടോ കയറുന്നത്. ഇത് വേറെ ഏതോ ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വരെയൊക്കെ ഇവർ എനിക്കൊന്ന് Jan 5th വരെ എന്തോ ആണ് ഹൈഡ് പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ഇത് എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ആ റൈഡിൽ കയറണം ഈ റൈഡിൽ കയറണം അങ്ങനെയൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വരും. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്ന് തണുപ്പും കാറ്റും ഒക്കെ അടിക്കുമ്പോഴേക്ക് എൻ്റെ എനർജി ലെവൽ താഴെ പോയിട്ട് ഞാൻ പറയും ഞാൻ കയറുന്നില്ല അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഇതൊരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ 10-20x വലിപ്പം നമുക്ക് അങ്ങനെ വേണേൽ പറയാം. കുറേ റൈഡ്സും ഫുഡ് സ്റ്റോൾസും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒക്കെ ഇവിടെയുണ്ട്. ആൻഡ് ഇതിനകത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് 5 pound എന്തോ ഉള്ളൂ. അത് നമ്മൾ മുന്നേ എടുക്കണം, അന്നേരം വന്നാൽ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള റൈഡ്സ് ഒക്കെ ടിക്കറ്റഡ് ആണ്, കുറച്ച് എക്സ്പെൻസീവും ആണ്. വന്ന് ഇതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്കിതിൽ കയറണമെന്നൊക്കെ ചെറുതായിട്ടൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷേ ഒരു സൈഡിൽ കൂടെ വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഞാനല്ലാണ്ടാവും. മറ്റേ സ്നിക്കേഴ്സിൻ്റെ പരസ്യത്തിലെ പോലെ സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിശന്ന് അതങ്ങ് എക്സ്ട്രീം ആവും മുന്നേ രജിത്ത് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ തോന്നും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി വിട്ട് വേറെ ആരൊക്കെയായി പോകും. അങ്ങനെ ആദ്യം തന്നെ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് കണ്ട ഷവർമ ഷോപ്പിൽ കയറിയിട്ട് രജിത്ത് ഒരു ഷവർമ വാങ്ങി. അപ്പം നമ്മൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വിശപ്പ് അങ്ങോട്ട് തീർന്നില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളോട് ഷെയർ ചെയ്താണ് ഒന്ന് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് അത് കഴിച്ചിട്ട് ഞാൻ ഓടിപ്പോയിട്ട് ഒരു കോൺഡോഗും കൂടി വാങ്ങിച്ചു. അപ്പം അത് കഴിച്ചപ്പോഴേക്കും ഒരു താൽക്കാലിക ആശ്വാസം വന്നു. എന്നാലും ഒരു മീല് കഴിച്ച ഒരു സമാധാനം അങ്ങോട്ട് വന്നില്ല. ദെൻ വി തോട്ട് എന്തായാലും സാരില്ല, ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ആക്കിയിട്ട് നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി. അതെന്തായാലും വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു. പിന്നെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കോൺഡോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹാഫ് ആൻഡ് ഹാഫ് ആയാലും മൊസറല്ല ആയാലും ഏതായാലും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ അകത്തേക്ക് വരുന്നവരുണ്ടല്ലോ കുറേ ഡിഫറെൻറ്റ് സംഭവങ്ങളുണ്ട്. ഇതൊരു ക്രിസ്മസ് വില്ലേജ് പോലെയാണ്. ഇതിനകത്ത് നല്ല ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. ഈ കാണുന്ന സംഭവമില്ലേ, ഇത് കഴിഞ്ഞ വർഷം എഡിൻബറ ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇല്ല പറഞ്ഞു. പിന്നെ നമുക്ക് മുന്നേക്ക് നടക്കുമ്പോഴല്ലോ തണുത്തിട്ട് വയ്യാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഫയർ പിറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കൈയും കാലും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മുന്നേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഒരു റൈഡിൻ്റെ മുന്നിൽ സ്റ്റക്കായി. എന്ത് സ്പീഡിലാണ് പോകുന്നവർ, അതിലിരിക്കുന്ന പിള്ളേരും വലിയവരും ഒക്കെ ഇങ്ങനെ വായെടുത്ത് വിളിക്കുകയാണ്, ബഹളം വയ്ക്കുക. ഞാനത് കണ്ടിട്ട് അങ്ങ് പോയി. കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ അഡ്വഞ്ചർ അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ പോയത് ഇതിനാണ് നമ്മളിവിടെ വന്നത്, ഐസ് റിങ്കിൽ സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. സ്കേറ്റിങ്ങിൻ്റെ ABCD അറിയത്തില്ല, നമുക്ക് 2 പേർക്കും അറിയത്തില്ല. അപ്പോൾ രജിത്ത് വാസ് ലൈക്ക്, കൃഷ്ണ നീ വീഴാൻ പാടില്ല, സൂക്ഷിച്ച് ചെയ്യണം, നടക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഐസ് റിങ്കിൽ സ്കേറ്റ് ചെയ്യാൻ പോയി. സ്കേറ്റ് ചെയ്യാത്ത ഞാനാണ് പോയി. മിക്കവാറും ഞാൻ മലനടിച്ച് വീണിട്ടുണ്ട്. എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എനിക്ക് മറ്റേ പെൻഗുനെ വേണം പിടിച്ചു നടക്കാൻ, പിള്ളേർ നടക്കുന്ന പോലെ. ഇല്ലെങ്കിൽ യു ആർ മൈ പെൻഗ്വിൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ആ കൗണ്ടറിൽ പോയി ക്യൂവിൽ നിന്നിട്ട് വേണം ഈ സ്കേറ്റിംഗ് ബൂട്ട് എടുക്കാനായിട്ട്. എന്ത് വെയിറ്റ് ആണെന്നറിയോ ആ സാധനത്തിന്. അത് കിട്ടിയപ്പോൾ എനിക്ക് ഏകദേശം കാര്യത്തിന് ഒരു ക്ലിയർ പിക്ചർ കിട്ടി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത്.
ഒരുമാതിരി ഷാർപ്പ് ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ. എന്തേ ഇപ്പോൾ ഇതിട്ട് നടക്കുമ്പോൾ ഞാനൊരുമാതിരി പെങ്കുവിനെ പോലെയാണ് നടക്കുന്നത്. ചോദിച്ചിട്ട് പെങ്കുൻ കിട്ടിയോ അതുമില്ല. അവർ പെങ്കുൻ അണ്ടർ 10 or 12 ഉള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ, അഡൽസിന് കൊടുക്കില്ല. ഞാൻ ഗൂഗിൾ നമ്മൾ വീടുള്ളൂ, നമുക്ക് അറിഞ്ഞൂടെ സ്കേറ്റിംഗ്. ഞാനൊരുമാതിരി കാലിലെന്തോന്ന് വന്ന പോലെ നടക്കുന്ന കേട്ടോ, നല്ല പേടിയുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വീണേന് ഇതൊക്കെ ഇട്ടുണ്ട്. ആൾക്കാർ എങ്ങനെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നേ, എന്ത് ഇതായിട്ടാ പോലെ. നല്ല സ്റ്റൈലിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ സ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ. ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് പിടിച്ച് നടക്കുന്നു, പിന്നെ ഇങ്ങനെ സ്റ്റൈലിൽ സൂ എന്ന് പറഞ്ഞിട്ട് സെൻറ്ററിൽ കൂടെയൊക്കെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റൈലിൽ പോയിട്ട് സ്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാ സ്വപ്നങ്ങളും ഇവിടെ തകർന്നടിഞ്ഞു കേട്ടോ. ഇതായിരുന്നു റിയാലിറ്റി. ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ പിടിച്ചാണ് ആ ഐസ് റിങ്കിന് ചുറ്റും ഞങ്ങൾ രണ്ടും നടന്നത്. എന്നിട്ട് നടന്നത് നോക്കിയേ, എപ്പോൾ എവിടെ പോയാലും വീഴുന്ന ആൾ ഞാനാണ് കേട്ടോ. അതുകൊണ്ട് ഈ സ്കേറ്റിങ്ങിന് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ തൊട്ട് ആ ബൂട്ട് ഇട്ടപ്പോഴും ഒക്കെ രജിത്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കൃഷ്ണ നീ സൂക്ഷിക്കണേ, നീ വീഴുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ദൈവം എൻ്റെ കൂടെയായിരുന്നു ഗൈസ്. ഞാൻ വീണില്ല, പകരം എന്നെ ചിരിപ്പിക്കാനും ഇതാക്കാനും നോക്കി രജിത്ത് എത്ര പ്രാവശ്യം വീണെന്നറിയോ. അതും പാവം നല്ല നടു തല്ലിയാണ് വീണത്. ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹിക്കില്ല ചെയ്യണം, നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് രണ്ടു ദിവസം അങ്ങനെ പറ്റാണ്ടിരുന്ന ഒരു കാര്യമാണ് ലൈഫിൽ സ്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കേറ്റിംഗ് പഠിക്കാൻ നിൽക്കുന്നത്. പക്ഷേ ലൈഫിൻ്റെ ഏതോ ഒരു പോയിന്റിൽ ഇറ്റ് ഹാസ് കം ട്രൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് എടുത്ത് ഫുൾ ഓൺ മൂഡിൽ നമ്മൾ ആ നിന്ന അത്രയും സമയം നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ലൈഫിൽ മറക്കാത്ത ഒരു എക്സ്പീരിയൻസും ഒരു 1 hour ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബൂട്ടൊക്കെ കൊടുക്കാൻ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ ഈ സംഭവത്തിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള അത്രയ്ക്ക് അങ്ങോട്ടൊരു അഡ്വഞ്ചറസ് മൈൻഡ് ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട്. സോ വി ജസ്റ്റ് വെൻറ്റ് ആൻഡ് ഗോട്ട് എ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ചൂറോസൊക്കെ വാങ്ങി. അദ്ദേഹത്തിലുള്ള നല്ല തണുപ്പ് അങ്ങോട്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫയർ പിറ്റിനടുത്ത് വന്ന് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ചൂറോസൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ലൈറ്റ്സിൻ്റെ അവിടേക്കൊന്ന് പോയാലോ എന്നിട്ടാണ് ആലോചിക്കുന്നത്. ഈ കൊണ്ടുവന്ന ടോയ്സ് ഇല്ലേ, എനിക്ക് എല്ലാ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമ്പോഴും ആഗ്രഹമാണ് കേട്ടോ ഗെയിം കളിച്ച് കിട്ടണം എന്നുള്ളത്. പക്ഷേ ഒരിക്കലും കിട്ടാറില്ല. ഇതുവരെ ആ കുഞ്ഞു ടോയ് കിട്ടിയല്ലാണ്ട് ആ വലിയ സാധനം ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഹൈഡ് പാർക്ക് വിൻ്റർ വണ്ടർലാൻഡിൻ്റെ വിസിറ്റും കഴിഞ്ഞിട്ട് സ്ലോലി വി ആർ സേയിങ് ടാറ്റ ബൈ ടു ദ വിൻ്റർ വണ്ടർലാൻഡ്. പ്രോബ്ലി അടുത്തൊരു വർഷം കാണാം, നമുക്കറിയില്ല വരുമോ ഇല്ലയോ, ബട്ട് സ്റ്റിൽ ഹോപ്പ്ഫുള്ളി. എനിക്കുണ്ടല്ലോ ആദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുമ്പം ഭയങ്കര മടിയാണ്. എന്നാൽ അവിടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരോ വിഷമമാണ്. ഈ വണ്ടർലാൻഡിലേക്കൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ വരുന്നില്ല, രജിത്ത് പോയിക്കോ അങ്ങനെയൊക്കെ. പക്ഷേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനൊരു ബുദ്ധിമുട്ടാണ്. ആൻഡ് സമയം കാണുമ്പോൾ ഒത്തിരി ഇരുട്ടിയെന്ന് വിചാരിക്കും. ഒരു 5:30 ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ബസ്സൊക്കെ എടുത്ത് ഫെയറി ലൈറ്റ്സിൻ്റെ സ്ഥലത്തിലെത്തി കേട്ടോ. അവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഫോർട്ട്നം ആൻഡ് മേസൺ നമ്മുടെ ഈ കലണ്ടർ ഡിസ്പ്ലേ ഇല്ലേ ക്രിസ്മസിൻ്റെ, ആ ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലക്ഷറി ബ്രിട്ടീഷ് ഗുഡ്സിൻ്റെ ഒരു ഷോപ്പാണ്. മെയിനായിട്ട് ഈ ആഫ്റ്റർനൂൺ ടീസും ബിസ്ക്കറ്റ്സും അങ്ങനത്തെ കുറേ ഹൈ എൻഡ് ഫുഡ് പാക്കേജസും ഗിഫ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അവരുടെ മെയിൻ ഒരു ക്രിസ്മസ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ക്ലോക്ക് അടിക്കുമ്പോഴും മറ്റേ കുക്കു പുറത്തേക്ക് വരില്ലേ, അതുപോലത്തെ കുറച്ച് ക്യൂറേറ്റഡ് ആനിമൽസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ്. അത് ഭയങ്കര ഡ്രീമി, ഭയങ്കര സ്പെഷ്യലായിട്ടൊരു സംഭവമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ അവിടെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചൈന ടൗണിലേക്ക് വന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഇവിടെ വന്ന് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ദാറ്റ് ഐ ലോസ്റ്റ് മൈ ഓയിസ്റ്റർ കാർഡ് എന്നുള്ളത്. ഞാൻ ഇന്നലെ ഓയിസ്റ്റർ കാർഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ പോക്കറ്റിലിട്ടേക്കായിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഐ തിങ്ക് ഞാൻ എൻ്റെ ഗ്ലവ്സ് ഊരിയിട്ട് പോക്കറ്റിലിടുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ എവിടെയോ മിസ്സായി പോയതാണ്. പക്ഷേ ആ ലേറ്റ് നൈറ്റ് ആ മൊമെൻറ്റിലാണ് എനിക്കത് റിയലൈസേഷൻ ഉണ്ടായത്, എൻ്റെ അടുത്തുനിന്നത് പോയി എന്നുള്ളത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൽ ഓൾറെഡി കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കടം കാരണം പിന്നെ ഇന്നലെ നമുക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. എൻ്റെ മൂഡ്
മൊത്തത്തിൽ പൊട്ടി പാളിസായിപ്പോയി. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ രജിസ്റ്റർ ഇവിടെ വന്നേക്കാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്ന് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വന്ന് കഴിച്ച ഷോപ്പൊക്കെ ഉണ്ട്, അവർക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ 1-2 സാധനം വാങ്ങാൻ. അങ്ങനെ ഈ വർഷത്തെ നമ്മളുടെ ചൈന ടൗൺ പര്യടനവും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നതിന് മുന്നേ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ലായിരിക്കും. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ നമ്മുടെ നാട്ടിലെ മുഗ് കിട്ടി, അതും വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇനി ഈസ്റ്റ് ഹാമിൽ പോവാം നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ എൻ്റെ വീഡിയോസിൽ എവിടെ നോക്കിയാലും കുറേ ട്രെയിനും ട്യൂബും മെട്രോയുടെ ഒക്കെ വീഡിയോസ് കാണാം കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഒരു ക്രേസായിരുന്നു ഇപ്രാവശ്യം അങ്ങനത്തെ കുറേ വീഡിയോസ് എടുക്കാൻ, ഫോർ നോ റീസൺ. അങ്ങനെ നമ്മൾ അവിടുന്ന് ട്യൂബ് എടുത്തിട്ട് ഈസ്റ്റ് ഹാമിലോട്ട് തന്നെ വന്നു കേട്ടോ. വീണ്ടും രജിത്തിന് രാത്രിയായപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഞാനൊരു കാന്താരി മന്തിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധനം കിട്ടിയപ്പം ഒട്ടും അങ്ങോട്ട് സെറ്റായില്ല. ആ ഒരു മീറ്റും എന്തൊക്കെയോ ഒരു കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ ദേ സെഡ് ദേ വിൽ റീപ്ലേസ് ഇറ്റ്, നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. രജിത്ത് ബിരിയാണി കഴിച്ചു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടയാർ ആനന്ദ് ഭവനിലേക്ക് വന്നു കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ജോയിൻ്റ് ആണ്. ബാംഗ്ലൂരിലിരിക്കുമ്പോഴും വല്ലപ്പോഴും ഒക്കെ നമ്മൾ രാവിലെ പോയിട്ട് അവിടുത്തെ നല്ല ഘീ മസാല ദോശയും നെയ് റോസ്റ്റും പിന്നെ രജിത്തിൻ്റെ ഫേവറേറ്റ് അവരുടെ ഡിപ്പിഡ്ലിയും മിനി ടിഫിനുമാണ്. അപ്പോൾ വന്ന പാടേതേ ആൾ ഒരു ബാദാം മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല അടിപൊളി ഒരു ഫിൽറ്റർ കോഫി ആട്ടോ എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ UK വന്നിട്ട് തന്നെ 1-2 പ്രാവശ്യം ഫിൽറ്റർ കോഫി കുടിച്ചിട്ടുള്ളൂ. അടിപൊളി സാധനമായിരുന്നു. ഈ ഡിപ്പിഡ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രോപ്പർ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ. ആൻഡ് ഞാൻ എടുത്തത് ഒരു രാമേശ്വരം കാഫേ സ്റ്റൈലിൽ നല്ല കാര ഘീ പൊടി മസാല ദോശ കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ രാമേശ്വരത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നി. ഐ വാസ് സോ ഹാപ്പി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ വീണ്ടും തിരിച്ച് വി ഹാവ് കം ബാക്ക് ടു ഡെഗനാം ഈസ്റ്റ്. ഇവിടെയാണ് നമ്മളുടെ ഹോട്ടലുള്ളത്. അങ്ങനെ വന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇനി നടന്ന് ഹോട്ടലിലൊക്കെ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്തൊരു ലോങ് ഡേ ആയിരുന്നു എന്നറിയോ. ഇന്നത്തെ നമ്മളുടെ സഞ്ചാരം ഇവിടെ തീരുന്നു. ഫൈനലി ഇതേ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ നമ്മൾ എത്തി. ഡെഗനാം ഈസ്റ്റ്. ഇവിടെ നിന്ന് ഒരു 10 minutes നടന്നാൽ ഹോട്ടലിലെത്തും. ആൻഡ് ദെൻ ക്രാഷ് ലാൻഡ്. അത്രയ്ക്ക് ടയർഡാണ് കേട്ടോ. ആ ഫ്രണ്ടിൽ നടക്കുന്ന മനുഷ്യനെ കണ്ടറിഞ്ഞൂടെ എന്തോരം ടയർഡ്നെസ് ഉണ്ടെന്ന്. സത്യം കേട്ടോ, ശരിക്കും ടയേർഡെന്ന് വെച്ചാൽ ഇന്നലെയും നല്ല നടപ്പായിരുന്നു. ഇന്നും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളിങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കാൻ റെഡി ആയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വരേണ്ടത്. സോ അറിയാവുന്ന കാര്യത്തെപ്പറ്റി പിന്നെ നമ്മൾ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്നാലും ഒരു വിഷമം. എന്തോരം നടന്നറിയോ. നടന്ന് വയ്യ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എൻ്റെ ഫേവറേറ്റ് A2Bയിൽ അടയാർ ആനന്ദ് ഭവനിൽ പോയിട്ട് നമ്മുടെ നല്ല രാമേശ്വരം പൊടി സ്പൈസി പൊടി മസാല ദോശ കഴിച്ചു. രജിത്ത് ബദാം മിൽക്കും ഡിപ്പിഡ്ലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഹോൾസം മീലായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഇനി നാളെ ന്യൂ ഇയേഴ്സ് ഈവ്. തണുപ്പ് കൂടുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. ഇന്നലെയൊക്കെ വൈകുന്നേരം ഒരു 5 degree ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ആയപ്പോഴേക്കും ഒരു 2 degree 1 degree എത്തിയിട്ടുണ്ട്. നാളെ 0 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ നിൽക്കണമല്ലോ. അപ്പോൾ എങ്ങനെ എത്രയും നേരം തണുപ്പിൽ നിൽക്കും എന്നുള്ളതാണ്. കാടുക. ഞാൻ ഇന്നലെ പോയ പോക്കിന് എൻ്റെ കാർഡ് കൊണ്ട് കളഞ്ഞു. മനഃപൂർവ്വം കളഞ്ഞതല്ല, പോക്കറ്റിൽ ഇട്ടിരുന്നതാണ്. എനിക്കൊന്നു ഞാൻ ഗ്ലൗസോ എന്തോ എടുത്ത കൂട്ടത്തിൽ എൻ്റെ TFL കാർഡ് നഷ്ടപ്പെട്ടു പോയി. അതിലൊരു 38 pounds എന്തോ റീചാർജ് ചെയ്തായിരുന്നു. ഇന്നലെ അത് കാരണം ഭയങ്കര നഷ്ടവികാരങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാർഡൊക്കെ അങ്ങ് ഏൽപ്പിച്ചേക്കോ. ഞാൻ കയ്യിലേ വെക്കുന്നില്ല. നല്ലതാ. നമ്മളെത്തിയത് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഹോട്ടലിലേക്ക് നടക്കുക. വെള്ളമൊക്കെ തണുപ്പ് കൂടുന്നുണ്ട്. നടന്ന് നമ്മൾ ഹോട്ടലിലെത്തിട്ടോ. അയ്യോ, സിറ്റിയിൽ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ട്യൂബും
മെട്രോ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ എത്തി. ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തു, പക്ഷെ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിലൊക്കെ നല്ല തണുപ്പ് ഐസായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ പോയിട്ട് ലഗേജ് എടുത്തിട്ട് വേണം ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ. ഇപ്പത്തിന് ഫ്രോസ്റ്റായി. അപ്പം നാളെ എന്തായാലും മൈനസ് ആയിരിക്കും ഇവിടെ. നല്ല അതാണ് നമുക്ക് ഇത്രയധികം തണുത്തത് പോയിട്ട്. ഞാൻ 3 ലെയർ ഇട്ടിട്ടുണ്ട്. ഫുള്ളിതായി. ഞാൻ 3 ലെയർ ഇട്ടിട്ട് എനിക്ക് തണുക്കുന്നതിൻ്റെ റീസൺ ഇപ്പോൾ കിട്ടി. ഓ മൈ ഗോഡ്, സീ ഈ വണ്ടിയൊക്കെ നോക്കി ഫുൾ ഐസായി. റൂമിലെത്തി കേട്ടോ. അത്യാവശ്യം ഡീസൻറ്റ് സൈസാണ്. പക്ഷെ ഇന്നലെ റൂം നമുക്ക് കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു. ഇന്നത്തെ കുറച്ചൊരു ടൈമിയാണ്. അത് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടിയല്ലേ വരുന്നുള്ളൂ. പോയില്ലേ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നല്ല രസ്മലായി വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 പാഴ്സൽ എടുത്തിട്ട് വന്നു. നാട്ടിലെ പോലത്തെയൊക്കെ ആണെന്ന് കരുതുന്നു. ട്രൈ നോക്കട്ടെ. കൊള്ളാം. ഒത്തിരി ഹെവി, ഭയങ്കര മധുരം അങ്ങനെയൊന്നുമല്ല. കുറച്ച് ലൈറ്റായിട്ട് ഒരു ആവറേജ് മധുരമേ ഉള്ളൂ. യൂഷ്വലി കഴിക്കുന്നതല്ല, നമുക്ക് തലക്കടിക്കുന്ന ഒരു മധുരമൊന്നുമില്ല. ഞാൻ വന്നു, ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ടോ. സെയിം നൈറ്റ് ഡ്രസ്സ് ഞാൻ ആകെ 2 പേരെ കൊണ്ടുവന്നുള്ളൂ. ബിക്കോസ് 4 ദിവസത്തേക്ക് 4 എണ്ണം കൊണ്ടുവരുന്നത് ആവശ്യമില്ല. ബിക്കോസ് രാത്രി മാത്രമല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കൊണ്ടുവന്നിട്ടുള്ളൂ. ഇന്നലെ ഇട്ട് തന്നെ ഫ്രഷാക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇട്ടു. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം നമുക്ക് വേറെ ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ ലഗേജാണ്. 4 ദിവസത്തേക്ക് വന്നിട്ടാണ് 2 പെട്ടിയും കൊണ്ടാണ് നമ്മൾ വന്നത്. എന്തൊക്കെയാണ് പാക്ക് ചെയ്തേക്കുന്നറിയോ. എക്സസ് സാധനങ്ങളുണ്ട്, പക്ഷെ ചില സമയത്ത് അതും പോരാണ്ട് വരും. ഇനി സുഖമായിട്ട് നമുക്കൊന്ന് ഉറങ്ങാം. നാളെ രാവിലെ എങ്കിലും ഇച്ചിരി നേരം ഉറങ്ങണം. ഇന്നലെ നമ്മൾ കുറേ ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ഇന്നും രാവിലെ നേരത്തെ എണീറ്റു. അപ്പോൾ നാളെയെങ്കിലും കുറച്ച് നേരം ഉറങ്ങണം. ബിക്കോസ് നാളെ രാത്രി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് നല്ല സമയമായിട്ടുണ്ടാകും. നല്ല തിരക്കായിരിക്കുമല്ലോ. വണ്ടി എടുക്കുന്നില്ല. നാളെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് നാളെയും എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു നേരമാവും തിരിച്ച് റൂമിലെത്താനായിട്ട്. അതുകൊണ്ട് ഇന്ന് എനർജി സേവ് ചെയ്ത് നന്നായിട്ട് ഉറങ്ങിയിട്ട് വേണം നാളത്തേക്ക് ഇതാക്കാൻ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.